ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ആലിയുടെ സ്കൂൾ അഡ്മിഷനായിട്ട് പോവുകയാണ്. ആക്ച്വലി 5 ഇയേഴ്സിലാണ് ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നത്. പക്ഷേ 1 ഇയർ ബിഫോറൊക്കെ നമ്മൾ കാത്തലിക് സ്കൂൾസിൽ എടുത്ത് വെക്കണം, അഡ്മിഷൻ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകണം. പിന്നെ നമുക്ക് കിൻഡിയിൽ ആലിയുടെ കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 1 ഇയർ കിൻഡർ ഗാർഡൻ ആൻഡ് ദെൻ 5 ഇയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷീൽ ഗോ ടു സ്കൂൾ, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വെസ്റ്റ് ഗേറ്റ് മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് ആരെയുടെ ഒരു 4 ഇയർ ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് വൺസ് നമ്മൾ ഇവിടുത്തെ റെസിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരും. ലൈക്ക് ഇപ്പം സർവൈക്കൽ സ്ക്രീനിങ് ആണെങ്കിൽ അതിന് മെസ്സേജ് വരും, അല്ലെങ്കിൽ മാമോഗ്രഫി ചെയ്യാനാണെങ്കിൽ അതിന് മെസ്സേജ് വരും. അതുപോലെ ആലിക്കാണെങ്കിലും യുവർ ചൈൽഡ് ഇസ് ഡ്യൂ ഫോർ ഇമ്മ്യൂണൈസേഷൻ എന്ന മെസ്സേജ് നമുക്ക് 2-3 ഡേയ്സ് ആയി. അപ്പോൾ വി തോട്ട് ഓഫ് ഗോയിങ് ഔട്ട് ദർ. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ആലിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു കാത്തലിക് സ്കൂളിലാണ് ആലിനെ ചേർക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ കാത്തലിക്സ് ആണെങ്കിൽ ഇവിടെ പ്രയോറിറ്റി ഉണ്ട്, നമ്മുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ. പക്ഷേ കുറച്ച് ഫീസ് നമ്മൾ പേ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് ഫ്രീ ആണ് ഇവിടെ. അപ്പം ഞങ്ങൾ കരുതി കാത്തലിക് ആവട്ടെ എന്ന് കേട്ടോ. കം ഔട്ട്, ബാ അവിടെ പാർക്കുണ്ട്, നമുക്ക് പാർക്കിൽ പോവാം. ഓക്കെ, സ്കൂളിൽ പോകണ്ട, നമുക്ക് പാർക്കിൽ പോവാം. ബാ, അതാ ചെരുപ്പിട്. കുട്ടിക്ക് സ്കൂളിൽ പോനോ? സ്കൂൾ ഇഷ്ടായോ? ഈ സ്കൂള് ആല് വിചാരിച്ചു ഇപ്പൊ സ്കൂളിൽ കൊണ്ടുവിടുക. ആല് പോയി കളിച്ചില്ലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഇയറിലേക്കാണ് അല്ലേ. അപ്പോൾ അവർ കുറച്ച് ഫോം തരും. നമ്മൾ കാത്തലിക് സ്കൂളാണിത്. അപ്പോൾ കാത്തലിക്സ് ആയതുകൊണ്ടും ആലി ബാപ്റ്റൈസ്ഡ് ആയതുകൊണ്ടും പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോം ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ അത് എന്തായിട്ട് ഒരു പ്രീ എൻറോൾമെൻറ്റ് ഫോം കിട്ടും, അതും വിത്ത് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്. പിന്നെ എന്തായിരുന്നു, PR-ൻ്റെ കോപ്പി ഒക്കെ ആയിട്ടാണ് നമ്മളിനി ഇവർക്കിത് ഫില്ല് ചെയ്ത് മെയിൽ അയക്കേണ്ടത്. അങ്ങനെയാണ് പരിപാടി കേട്ടോ. പക്ഷേ ഓൾറെഡി ഫുള്ളാണ്. ഇനി നമ്മൾ കിൻഡർ ഗാർഡനിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണ് കേട്ടോ, എൻറോൾ ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് ആലിനെ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്ന കിൻഡർ ഗാർഡൻ. അപ്പം നമ്മൾ ഓൾറെഡി പോയി കുറച്ച് പേപ്പേഴ്സൊക്കെ വാങ്ങി. ഇനി ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ പേപ്പേഴ്സ് ഫില്ല് ചെയ്തിട്ട് കൊണ്ട് കൊടുത്താൽ മതി. ഇന്ന് നമ്മൾ അവളെ കൂട്ടിയിട്ട് പോരുവാണ് കേട്ടോ. ചക്കിരയല്ലേ അമ്മ, ഇത് ഓഫ് എടുത്ത് ആലുവിൻ്റെ കൂടെ ഇരിക്കാനല്ലേ. നമുക്ക് വീട്ടിൽ പോയി ഇരിക്കാം കുറച്ചു നേരം. എന്നാ ആലിനെ ഇവിടെ നിർത്തിയിട്ട് അമ്മ അമ്മ പോട്ടെ, കളിച്ചോടുവോ ടീച്ചേഴ്സിൻ്റെ കൂടെ? അങ്ങനെ ആലിയുടെ സങ്കടം മാറ്റാൻ പിന്നെ നമ്മൾ പോയത് മക്ഡിയിലാണ് കേട്ടോ. അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അവിടുന്ന് ഓൺ ദി ടോപ്പ് ഓഫ് ദാറ്റ് അവിടെ ഗെയിം സോൺ ഉണ്ടല്ലോ, അവിടെ കളിക്കാനും ഇഷ്ടമാണ് കേട്ടോ. ഷൗഡ കുടിക്കാൻ പോവാ. ഷൗഡയും ഫ്രഞ്ച് ഫ്രൈസും. ആലി പെപ്സിക്ക് പറയുന്നത് ഷൗഡാന്നാട്ടോ, അല്ലേ ആലി? അതുപോലെ തന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ന്യൂസിലൻഡിലെ സ്കൂളിങ്, പിന്നെ കിഡ്സിനെ ജോയിൻ ചെയ്യിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പോളിസീസ് കാര്യങ്ങളെന്നൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇപ്പം ഈ കൂടെ അങ്ങ് പറയാമെന്ന് കരുതി. അതായത് നമ്മൾ വൺസ് വി ബിക്കം എ ന്യൂസിലൻഡ് റെസിഡൻറ്റ്, പെർമനൻറ്റ് റെസിഡൻറ്റ്, നമുക്ക് 20 hours കിൻഡർ ഗാർഡൻ ഫ്രീ ഉണ്ട്. അതായത് വീക്ക്ലി 20 hours. പിന്നെ അതൊരു ഗവൺമെൻറ് കിൻഡർ ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ആലിന് ചേർത്തത് ഞാൻ പറഞ്ഞല്ലോ കാത്തലിക് സ്കൂളിൻ്റെ തന്നെ ഒരു കിൻഡർ ഗാർഡൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് ഫ്രീ ഇല്ല, ഫുഡ് നമ്മൾ കൊടുത്തു വിടണം.
അപ്പോൾ യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ. അതുപോലെ എന്നോട് കുറച്ച് പേര് ടിഫിൻ ബോക്സ് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല ടിഫിൻ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വിടുന്നതിൽ. നമ്മൾ ആലിയുടെ സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ, ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ. അങ്ങനെ അപ്പോൾ എപ്പോഴും നമ്മൾ കിഡ്സിൻ്റെ ലാംഗ്വേജ് പ്രോബ്ലത്തെക്കുറിച്ച് പറയുമല്ലേ. ഇപ്പം ഈവൻ നമ്മളാണെങ്കിലും ഒരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതിനോട് യൂസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ ശരിയാവും. ഇപ്പം നമ്മൾ എത്ര ലാംഗ്വേജ് എക്സാംസും കാര്യങ്ങളും ടെസ്റ്റൊക്കെ എഴുതി വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഇവരുടെ ആക്സൻറ്റും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നീട് നമ്മളതൊന്ന് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കിഡ്സിന് അത്ര പോലും സമയം വേണ്ട എന്നുള്ളതാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിതാ തിരിച്ചു പോവാണ്. ഇവിടെ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പെട്രോളും ഡീസലൊക്കെ അടിക്കാനുള്ള അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ നമ്മൾ കരുതി ഫോംസൊക്കെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോംസൊക്കെ ഫില്ല് ചെയ്തൊരു 2 days കഴിയുമ്പം കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോണേ ആലിനെ കിറ്റി വിടുന്ന ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഗുഡ് ഗൈഡ് തിന്ന് നമുക്ക് പോകണ്ട. കിൻഡർ ഗാർഡനിൽ പോയി കളിക്കണ്ട, എനർജി ആണ് കൊച്ചിന് കളിക്കാൻ. കിൻഡർ ഗാർഡനിൽ പോയി ബാബി ഡോളിനൊക്കെ എടുക്കാൻ എനർജി വേണ്ടേ? അമ്മയുടെ മിടിക്കും മോളല്ലേ കഴിക്ക്. ഹായ് ഗൈസ്, ഞാൻ കിൻഡർ ഗാർഡനിൽ പോവാ. പറ, ആ വായിന്ന് ഇറക്കിയിട്ട് വേണം പറയാൻ. ആലോചിച്ചിട്ട് ബാഗ് ഇതാ, ഫുഡ് വെച്ചു പോണം. പക്ഷെ നമുക്ക് ഹെയർ കെട്ടണ്ടേ. സ്കൂൾമാനാണോ? നമുക്ക് ഹെയർ കെട്ടി സുന്ദരിയാവണ്ടേ? അത് അമ്മ ഇവിടെ ഇങ്ങനെ ഇത് എടുക്കട്ടെ, ബക്കറ്റിലെടുക്കട്ടെ. നിക്ക് ബേബി. ആക്കൂല ആക്കൂലേ. ആലിക്കുട്ടി പോവാം. ഹേ ഗൈസ്, ഞങ്ങൾ കിണ്ടി പോവാ. പറ, ഹേ ഗൈസ്, ഞങ്ങൾ കിണ്ടി പോവാ. ടിഫിൻ എടുക്ക്, ടിഫിൻ ബാഗ് എടുക്ക്. പിള്ളേരൊക്കെ ഓടി ഓടിയാ പോണേ കണ്ടോ. അമ്മ പിടിക്കാതെ നേര്. അതൊക്കെ ഇറങ്ങി വീഴല്ലേ. അതൊക്കെ കെയർഫുൾ. ഓക്കെ, ഡോറ് ക്ലോസ് ചെയ്തേ, ഡോർ ക്ലോസ് ചെയ്തേ. അതൊക്കെ മിടുക്കി. കയറി കയറി പോകാം. നാളെ വരാം ആലിക്കുട്ടി, നമുക്ക് നാളെ വരാം ആലിക്കുട്ടി. ബാഗ് എടുക്ക്. Let's go home. നാളെ വരാം നമുക്ക്. ഓക്കെ നമുക്ക് ഹാറ്റ് വാങ്ങാൻ പോവാം. അപ്പൊ അത് ക്ലോസ് ചെയ്യോ അവര്? നമുക്ക് കൊച്ചിന് നാളെ കളിക്കാനുള്ള ഹാറ്റ് പിന്നെ സ്പൂണ് ഫോർക്കൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ബാഗ് എടുക്ക്. ആലിക്കുട്ടി അപ്പയമ്മയും പോട്ടെ, അപ്പയമ്മയും പോട്ടെ. എന്നാ ഷൗഡ വാങ്ങാൻ പോവാം. ബാ, ഷൗഡ ഫ്രഞ്ച് ഫ്രൈസും. കൊച്ചിന് വിശക്കുന്നില്ലേ? ബാ
Oh my god. Entonces, esto es real. എന്നാൽ ആലുപ്പിനെ ഇവിടെ ഇറക്കി വിടാം. അപ്പം നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് ഷൗഡ് വിളിച്ചിട്ട് വരാം. ആലിക്കുട്ടി എന്താടാ പ്രശ്നം? You had a good day in Kindi, Ali? Like I've seen, ആലിക്ക് കിൻഡിന്ന് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ മമ്മിയൊക്കെ എന്നെ എത്രയാ 1 വീക്കോളം കൂടി ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ മേ ബി ഇച്ചിരി ലിബറൽ ആയതുകൊണ്ടും ടീച്ചേഴ്സൊക്കെ ഒത്തിരി ഫ്രണ്ട്ലി ആയതുകൊണ്ടും എന്താ കളിക്കാനൊക്കെയാണല്ലോ കൂടുതൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും കിഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിൻഡി പോകാൻ. പിന്നെ നമ്മൾ കുറച്ച് ക്രിസ്മസ് ഡെക്കോഴ്സൊക്കെ വാങ്ങാനായിട്ടാണ് പോയത്. ഒരു കുഞ്ഞ് ക്രിസ്മസ് വില്ലേജും ഡെക്കോഴ്സൊക്കെ സെറ്റ് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. വി ഹാഡ് എ വെരി ഗുഡ് ടൈം ഓവർ ദെയർ. കാരണം വെറൈറ്റി ഓഫ് ഡെക്കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് ഓൾവേസ് ഫണ്ണാണല്ലോ. അപ്പം നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. ആക്ച്വലി എല്ലാ പേരൻസും പറയുന്ന പോലെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആണ്. കിഡ്സ് എപ്പോഴും വിഷമായിരിക്കും, അവർക്ക് നമുക്ക് വിഷമായിരിക്കും. ശരിയാണ്, ഐ ടു ഹാഡ് ദാറ്റ് മിക്സ്ഡ് ഇമോഷൻസ്. ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ എം റിയലി ഹാപ്പി ഫോർ ഹർ achievements. She's growing up and we need to accept the fact that they grow up so soon and all we can do is to spend time with them. അപ്പം I think this video എല്ലാവർക്കും ഇഷ്ടമായെന്ന്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. Thank you.